ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ മുതൽ വളരെ ആവേശത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രി ആര്. അങ്ങനെ 25 ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഫലം വന്നു. UDF വൻ വിജയം കരസ്ഥമാക്കിയിരിക്കും. 102 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സീറ്റ് തന്നെയാണ്. ഘടകകക്ഷികൾക്കടക്കം UDFന് 102 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിനും അതിൻ്റെ ഏറ്റവും വലിയ മാർജിൻ കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും നല്ല തിളക്കമാർന്ന ഒരു വിജയം കരസ്ഥമാക്കിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചോദ്യമായിരുന്നു അടുത്തത്. തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ്. ഇപ്പോഴതിൻ്റെ അവസാനവട്ട ചർച്ചകളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. കാരണം ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരൊക്കെ കേരളത്തിലെത്തി. ഇനി അവർ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് അഭിപ്രായങ്ങളും ഒക്കെ തേടും മുതിർന്ന നേതാക്കളോട്, മുൻ KPCC പ്രസിഡന്റുമാരോട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന MLA മാരോട് കൂടി അതിൻ്റെ അഭിപ്രായങ്ങൾ തേടും എന്നൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഒരു ഫോർമാലിറ്റീസ് ആണ്. തീർച്ചയായും ഇവിടെ പറയാനുള്ളത്, പട നയിച്ചവൻ തന്നെയാണ് അതിൻ്റെ കപ്പും വാങ്ങേണ്ടത് എന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിറയുന്ന ആ ഒരു ഡയലോഗിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ്. അത് ഒരു പഞ്ചിന് വേണ്ടി അണികൾ പറയുന്നതല്ല, അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം ജനങ്ങളോട് മുഖ്യമന്ത്രി ആര് എന്ന് പറഞ്ഞില്ല എങ്കിലും അത് പറയാതെ പറഞ്ഞത് VDS തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് തന്നെയാണ്. ആരും വാഗ്ദാനങ്ങളോ ഇന്ന ആള് മുഖ്യമന്ത്രി ആവുമെന്നോ കോൺഗ്രസ് പാർട്ടിയോ UDF ആരും പറഞ്ഞില്ല എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ അത് ഉടലെടുത്തു. അത് VD സതീശൻ തന്നെയായിരിക്കും ജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോഴത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ചർച്ചകളൊക്കെ നടക്കട്ടെ. ചർച്ചകളുടെയൊക്കെ ഒരു അവസാന രൂപത്തിൽ അതിൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. കാരണം ഇനിയും നമുക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണല്ലോ. കാരണം ഇനിയും ഇലക്ഷൻ അഭിമുഖീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ആ വിശ്വാസ്യത അവിടെ സമൂഹത്തിൽ നഷ്ടപ്പെടും എന്നുള്ളത് അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നവരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഉണർത്താനുള്ളത്. കാരണം ഇനിയും ഇലക്ഷൻ വരാനുണ്ട്. ഇനിയും ഇലക്ഷനിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാനുണ്ട്. കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ജനങ്ങൾ ഒരു ദിശ കണ്ടെത്തിയിരുന്നു. ആ ദിശയിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ആ ദിശയിലേക്ക് എത്തിയില്ല എങ്കിൽ ഇനി നമ്മൾ വീണ്ടും ജനങ്ങളെ സമീപിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക്, കാരണം ഇപ്പോൾ നേതൃത്വത്തിന് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പ് കേരളത്തിലുമൊക്കെ പല കോൺഗ്രസ് പാർട്ടിയിലും മറ്റു പാർട്ടികളിലും ഒക്കെ പട നയിക്കാത്തവരും മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇതിന്റെ മുന്നത്തെ പല സംഭവങ്ങളും അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളിലും അത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണെങ്കിലും പട നയിച്ചവൻ തന്നെയാണ് പടത്തലവനാവേണ്ടത് എന്ന് തന്നെയാണ് വർത്തമാനകാലത്തിൽ നമുക്ക് ഉണർത്താനുള്ളത്. ഏതായാലും VD സതീശൻ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുകൂടി പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.